തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചെന്ന പരാതിക്ക് പിന്നാലെ പ്രതിഷേധം ശക്തം. കൊല്ലത്ത് ആരോഗ്യമന്ത്രിയുടെ ചിത്രത്തിൽ കരിയോൽ ഒഴിച്ച് UDF പ്രതിഷേധിച്ചു. മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കണ്ടുകൊണ്ട് പോലും ആശുപത്രി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് മരണത്തിന് തൊട്ടുമുൻപ് പത്മന സ്വദേശി വേണു സുഹൃത്തിനയച്ച സന്ദേശത്തിൽ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകി, എന്നാൽ ആരോപണം നിഷേധിച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ രംഗത്തെത്തി. അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അവർ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ പറയുമ്പോൾ പിന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യാൻ നെഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. അത് അങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കാം. കാർഡിയോളജിയിലെ പ്രൊഫസർമാർ ഇത്രയും പേഷ്യൻറ്റിനെ ചികിത്സിച്ച് ദിവസവും അവർ ഇത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവരും ഭയങ്കര നിരാശയിലാണ്. ദിലീപ് ദേവസിയും സാന്ത്വന സജുവും നൽകും വിശദാംശങ്ങൾ. ആദ്യം ദിലീപ് ദേവസിയിലേക്ക്. ദിലീപ്, വേണുവിന്റെ കുടുംബം ഉന്നയിക്കുന്നത് ഗുരുതര ആരോപണമാണ്. ചികിത്സ നിഷേധിച്ചു എന്ന ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നടപടി ആവശ്യപ്പെട്ടിപ്പോൾ മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിരിക്കുകയാണ് കുടുംബം. ഒപ്പം തന്നെ ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന വിശദീകരണം ആൻജിയോഗ്രാം ചെയ്യാനുള്ളൊരു സാഹചര്യമായിരുന്നില്ല വേണുവിൻ്റേത് എന്നതടക്കമുള്ള വിശദീകരണമാണ് ആശുപത്രി സൂപ്രണ്ടും നൽകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ആര്യ, ഇത് കുടുംബത്തിൻ്റെ ആരോപണത്തിന് തൊട്ട് മുന്നാലെ തന്നെ ആദ്യം പറഞ്ഞത് തനിക്ക് ചികിത്സ ലഭിച്ചിട്ടില്ല എന്ന മരിക്കുന്നതിന് തൊട്ട് മുൻപ്, അതായത് വേണു പറഞ്ഞ സന്ദേശത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാകുകയും ചെയ്യുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഗുരുതരാവസ്ഥ പുറത്ത് പറയുകയും ചെയ്യുന്നത്. നായയെ നോക്കുന്ന കണ്ണുകൾ കൊണ്ടുപോലും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കൈക്കൂലിയാണ് ഇവിടെ പ്രധാനമെന്നും പറയുന്നു. ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഇവിടെ ശാപം പേറിയാണ്, ശാപത്തിൻ്റെ പറുദീസയായിട്ടാണ് ഈ മെഡിക്കൽ കോളേജ് നിൽക്കുന്നതെന്നുള്ള കാര്യമാണ്. 5 ദിവസം മുൻപാണ് ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി കൊല്ലത്ത് നിന്ന് അടിയന്തരമായ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി കൊല്ലത്ത് നിന്ന് ഈ വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ 5 ദിവസം കഴിഞ്ഞിട്ടും ആൻജിയോഗ്രാം ചെയ്യാതെ വന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെതിരെയാണ് ഈ വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ ഇത്ര കാര്യമായി പറയുന്നത്. തനിക്ക് ഒരു ചികിത്സയും ലഭ്യമായിട്ടില്ല എന്ന്. ഒപ്പം തന്നെ ഈ വേണുവിൻ്റെ സഹോദരന് പറയുന്നു ഗുളിക പോലും നൽകിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ഒപ്പം ഭാര്യയും ആണ് നിന്നത്. ഭാര്യ അല്പസമയത്തിനകം 4 മണിയോട് കൂടെ തന്നെ വേണുവിൻ്റെ സംസ്കാരം നടക്കുകയും ചെയ്യുന്നു.